ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി കേട്ടോ. നമ്മൾ സാധാരണ നാടൻ കറിയായിട്ടും അല്ലാണ്ട് റോസ്റ്റൊക്കെ ചെയ്ത് ചിക്കൻ കറി വയ്ക്കില്ലേ, അതിനേക്കാളൊക്കെ ഒരുപാട് ടേസ്റ്റ് കൂടുതലുള്ള അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണേ. നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ അല്ലാന്നിരിക്കുന്ന നെയ്ച്ചോറിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയാണെങ്കിലും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഒരുപാട് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള മസാലക്കുത്തൊന്നുമില്ല, എന്നാൽ ചെറിയൊരു എരിവുണ്ട് താനും. നമ്മൾ സാധാരണ ഇന്ന് വരെ കഴിച്ചിരിക്കുന്ന കറികളിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ മറക്കാതെ അറിയിക്കുക. നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഈ ചിക്കൻ കറി റെഡിയാക്കി എടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ എല്ലുള്ള ചിക്കനും എല്ലില്ലാത്ത ചിക്കനും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ആദ്യം തന്നെ മസാലയൊക്കെ ഒന്ന് പുരട്ടി ഒന്ന് സെറ്റ് ആവാനായിട്ട് നമുക്ക് വെക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ കാശ്മീരി റെഡ് ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മിക്സ് ചെയ്ത മുളക് പൊടിയാണെങ്കിലും കുഴപ്പമില്ല, കാശ്മീരിയും അതേപോലെ തന്നെ ചെറിയ എരിവുള്ള മുളക് പൊടി മിക്സ് ചെയ്താണെങ്കിലും കുഴപ്പമില്ല. ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യമേ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു നാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞതും കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി കൈവച്ച് നല്ലോണം തന്നെ ഒന്നുങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ നാരങ്ങാനീരിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വിനാഗിരി ആണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂണോ ചേർക്കാം കേട്ടോ. നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ചിരിക്കും നമ്മൾ ചേർക്കുന്ന മസാല എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ എടുത്തുകൊണ്ട് ഇത്രയും ചേർക്കുന്നു. 1 കിലോയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 30 മിനിറ്റെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പുറത്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കണ്ടോ, കാശ്മീരി റെഡ് ചില്ലിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ല കളറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് പുരട്ടിയിട്ട് സെറ്റ് ആവാനായിട്ട് ഒരു 30 മിനിറ്റ് ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അവിടെ ഇരുന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുഞ്ഞുള്ളി ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതിനകത്തേക്ക് സവാള എല്ലായിട്ടും ചേർത്ത് കൊടുക്കുന്നത് ഇതേപോലെ കുഞ്ഞുള്ളിയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കുഞ്ഞുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 2 വലിയ പിടി തന്നെ എടുക്കുക. ഇതിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ളതായതുകൊണ്ട് ഒരു 30-35 കുഞ്ഞുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്തിരിക്കുന്ന കുഞ്ഞുള്ളിയൊക്കെയും ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് നമുക്കവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ കേട്ടോ യൂസ് ചെയ്യുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാനാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കാതെ പെട്ടെന്ന് റെഡിയാക്കി ഇട്ടിക്കോളും. അപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ട് അത്രയും തന്നെ മതി, ഒരുപാട് വെളിച്ചെണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഈ വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള മസാലയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തത്. വേറെ വെളിച്ചെണ്ണ ഇനി മാറിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ 2 ട്രിപ്പായിട്ടാണ് നമ്മൾ ഇതേപോലെ ചിക്കനിങ് വറുത്തെടുക്കുന്നത്. ഇപ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വശമൊക്കെ റെഡിയായി കഴിയുമ്പോൾ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് 2 വശം റെഡിയായി കഴിയുമ്പോൾ ഇങ്ങ് കോരിയെടുത്ത് മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം അടുത്ത ബാച്ചും നമുക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഒരു വശമൊക്കെ ആണെങ്കിലും പതുക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറി പതുക്കെ ഒന്ന് മുരിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ മറിച്ചിട്ട് കൊടുത്ത് 2 വശവും റെഡിയാക്കി എടുക്കലാണ് ചെയ്യുന്നത്. നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഈ ചിക്കൻ ആണെന്നുണ്ടെങ്കിലും വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ. ഒരുപാട് അങ്ങനെ മസാലക്കുത്തോ എരിവോ അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു കറക്റ്റായിട്ടുള്ള പരുവത്തിനാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, 2 വശമൊക്കെ ഒന്ന് മുരിഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ വെന്ത് ഭയങ്കരമായിട്ട് കട്ടിയൊന്നും ആയിട്ടില്ല, എന്നാൽ 2 വശമാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എടുത്ത് മാറ്റി വെച്ചിട്ട് അടുത്ത ബാച്ചും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ 2 ബാച്ചും ചിക്കൻ ഇവിടെ റെഡിയാക്കി കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി വന്ന വെളിച്ചെണ്ണയിലേക്ക് ഒരു 2 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള വറ്റൽമുളക് ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണം തന്നെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇനിയിപ്പോൾ ചെറിയ വറ്റൽമുളകാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നന്നായിട്ട് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റി ആ പച്ചമണമൊക്കെ ശരിക്കും ഒന്നങ്ങ് മാറ്റിയെടുക്കണം. ഇപ്പോൾ എരിവൊക്കെ കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നല്ല എരിവൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 വറ്റൽമുളക് വരെ നമുക്ക് ഈ സമയം എടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുള്ളിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ശരിക്കും ഒന്നങ്ങ് വാട്ടിയെടുക്കാം. ഒന്ന് വെന്തങ്ങ് കുഴഞ്ഞു വരണം, അതാണ് വേണ്ടത്. കണ്ടോ, ശരിക്കും ഒന്നങ്ങ് വാടി വന്നിട്ടുണ്ട്. നമ്മൾ ആ ചേർത്ത് കൊടുത്ത ആ ഒരു പരുവത്തിൽ നിന്ന് നല്ലോണം ഇങ്ങ് വാടി വന്നിട്ടുണ്ട്.
ഇനി പൊടികളായിട്ട് ഒരു 1/2 ടീസ്പൂൺ എടുത്ത് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ 1 ടീസ്പൂൺ എടുത്ത് നമ്മുടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള മുളകാണ് എന്ന് കരുതി ഒരുപാടങ്ങ് എരിവ് ഇല്ലതാനും. ചില മുളകിന് നല്ല എരിവുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാശ്മീരി റെഡ് ചില്ലിയും കൂടി മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ എടുത്ത് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ എടുത്ത് ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി പച്ചമണം ശരിക്കും ഒന്ന് മാറ്റിയെടുക്കാം. മസാലയൊക്കെ ചേർത്ത് വഴറ്റുമ്പോൾ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെക്കരുത് കേട്ടോ. ഒരു 1-2 മിനിറ്റ് ഇരുന്ന് പച്ചമണം ശരിക്കും ഒന്നങ്ങ് മാറി വരണം. ഇനിയാണ് നമ്മൾ ഇതിനകത്തേക്ക് മെയിനായിട്ടുള്ള ചേരുവ ചേർത്ത് കൊടുക്കുന്നത്. ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ബാക്കി എല്ലാ മസാലയും നമ്മൾ വളരെ കുറച്ച് മാത്രം ചേർത്തത്. ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്ത് ചില്ലി ഫ്ലേക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 1/2 കിലോ ചിക്കൻ എടുക്കുമ്പോൾ ഇതേപോലെ 1.5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് തന്നെ മതിയാവും. പാകത്തിനുള്ള എരിവായിരിക്കും. ഭയങ്കര എരിവ് കൂടുതലുള്ള, തീരെ എരിവ് കുറവുണ്ടാവില്ല. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് ടൊമാറ്റോ സോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ടേബിൾ സ്പൂണിലും കൂടുതലായി പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു പുളി, ടൊമാറ്റോ സോസിൻ്റെ ഒരു പുളി ഉണ്ടാവുമല്ലോ, അത് കയറി വരും. അപ്പോൾ അത്രയും വേണ്ട. ഇതേപോലെ എടുത്തിരിക്കുന്ന ചിക്കനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എടുത്തിരിക്കുന്ന മസാലയും അതേപോലെ തന്നെ ടൊമാറ്റോ സോസും ഒക്കെ. ഒരു 1/2 കിലോ ചിക്കൻ എടുക്കുമ്പോൾ 3 അല്ലാന്നുണ്ടെങ്കിൽ 4 അത്രയും മതി. ഗ്യാസ് ഒരു മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി ആ പച്ചമണമൊക്കെ ശരിക്കും ഒന്ന് മാറി ശരിക്കും എണ്ണയൊക്കെ ഇങ്ങ് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ടേബിൾ സ്പൂൺ എടുത്ത് വെള്ളമാണ് ഈ സമയം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കണ്ടോ, മുകളിലാണെന്നുണ്ടെങ്കിലും പതുക്കെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളിയുടെയും ടൊമാറ്റോ സോസിൻ്റെയും ചില്ലി ഫ്ലേക്സിൻ്റെയും ഒക്കെ ആ ഒരു മസാലയിൽ കിടന്നുകൊണ്ട് നമ്മുടെ ചിക്കൻ ഒന്നും കൂടി ഒന്ന് സെറ്റായി ആ മസാലയൊക്കെ പിടിച്ച് വരണം. എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി എടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഒരു മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെഡിയായി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മൂടി വെച്ച് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റായി വരട്ടെ. നമ്മളിപ്പോൾ ഈ കറി റെഡിയാക്കി എടുക്കുന്നത് ഒരുപാടങ്ങ് ഗ്രേവിയിലല്ല കേട്ടോ. സാധാരണ നമ്മൾ ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഗ്രേവി കൂടുതലിട്ടല്ലേ വരുന്നത്. ഇത് അങ്ങനെയല്ല, ഒരു സെമി ഗ്രേവി എന്നൊക്കെ പറയുന്ന ആ ഒരു പരുവത്തിലാണ് വരുന്നത്. തീരെ അങ്ങ് ഡ്രൈ ആവാനും പാടില്ല. കണ്ടോ, ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു സെമി ഗ്രേവി ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാം കൂടി പിടിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാണ് ഈ കറിക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ എല്ലാവരും ഈ കറി റെഡിയാക്കുമ്പോൾ ഒരു സെമി ഗ്രേവിയിൽ റെഡിയാക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടോ, മസാലയൊക്കെ പിടിച്ച് കളറൊക്കെ ഒന്ന് മാറിയിട്ട് എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് ഒന്നും കൂടി തണുത്ത് കഴിയുമ്പോൾ ഇരിക്കുന്നതോറും തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെള്ളം ചേർത്താലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതിലും കൂടി പോവാതെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഒരു ചെറിയൊരു കുഴമ്പ് പരുവത്തിൽ നമുക്കിങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലെങ്കിലും ചിക്കൻ കയ്യിൽ കിട്ടുമ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ കുഞ്ഞുള്ളി നന്നാക്കി എടുക്കാനാണ് കുറച്ചൊരു പാടുള്ളത്. പക്ഷേ അതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം വരുമ്പോൾ കുഞ്ഞുള്ളി നന്നാക്കി എടുത്ത് ഒരിക്കലും ഒരു നഷ്ടമായിട്ട് തോന്നില്ല. ട്രൈ ചെയ്ത് നോക്കുക, കമൻസൊക്കെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് കൂടി നമ്മുടെ ഈ റെസിപ്പി മാക്സിമം ഒന്ന് ഷെയറും കൂടി ചെയ്യുക. വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുക. നമ്മുടെ പൊറോട്ടയുടെ കൂടെയോ അതേപോലെ തന്നെ ചപ്പാത്തിയുടെയോ ചോറിൻ്റെയോ ഫ്രൈഡ് റൈസിൻ്റെയോ നെയ്ച്ചോറിൻ്റെയോ എന്തിൻ്റെ കൂടെയാണെങ്കിലും അടിപൊളി കോമ്പിനേഷനാണ്. എരിവിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എരിവ് ഒരുപാട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അല്ല, ഒരു നോർമലായിട്ടുള്ള എരിവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ചേർത്ത് കൊടുത്ത പോലെ തന്നെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്ത് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.